ഹായ് ഹലോ. മീനമാസത്തിലെ കാർത്തിക പൂരത്തിന് തുടക്കം. കാമദേവനെ പ്രീതിപ്പെടുത്താൻ ബാലികമാർ 9 ദിവസം വ്രതമെടുത്ത് പൂവിടുന്നു. നരയൻ പൂവാണ് പ്രധാനം. മുരിക്കിൻ പൂ, പാലപ്പൂ, ചെമ്പകം എന്നിവയും ഉപയോഗിക്കുന്നു. കുഞ്ഞുനാളിൽ രാവിലെ എഴുന്നേറ്റ് പറക്കാൻ പോയ പാലപ്പൂക്കൾ ഇന്നും ഓർമ്മയാണ്. ചാണയിൽ ചാലിച്ച ചന്ദനം കാഞ്ഞിര ഇലയിലും പൂപ്പലയിലും പുരട്ടി നിലവിളക്കിൻ മുന്നിൽ പടിഞ്ഞേറ്റയിലാണ് പൂവിടുന്നത്. ഓരോരുത്തരും അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച് വീട്ടിലും തറവാട്ടിലും പൂവിടും. വീട്ടിലെ മുതിർന്നവരാണ് കുഞ്ഞു കൈകളിൽ പൂ വാരി കൊടുക്കുന്നത്. തലയിൽ അരിയിട്ട് വെള്ളം തൊട്ട് 3 പ്രാവശ്യം പൂ വാരി കൊടുക്കും. ചിരട്ടയിലിട്ട കനൽ കൊണ്ട് പൂവിനെ ഒഴിഞ്ഞ് പൂവിന് വെള്ളം കൊടുത്ത് പ്രാർത്ഥിക്കും. പിന്നീട് കിണറ്റിൻകരയിൽ വിരിച്ച മെടഞ്ഞ ഓലയിൽ പൂവിട്ട് 3 പ്രാവശ്യം കൂക്കും. കാമദേവനെ സന്തോഷിപ്പിക്കാനാണത്രേ. ഈ ദിവസങ്ങളിൽ മത്സ്യമാംസാദികൾ കഴിക്കരുത് എന്നാണ് വിശ്വാസം. ഓരോ പ്രദേശത്തും പൂരവിശേഷങ്ങൾ വ്യത്യസ്തമാണ്. പൂരത്തിന് ഓളിനോൾ അമ്മമ്മമാരാണ്. ഒരാളിപ്പോൾ കൂടെയില്ല. വൈകുന്നേരം ഞങ്ങളെയും കൂട്ടി അമ്മമ്മ പൂ പറിക്കാൻ പോവും. അന്നൊക്കെ അതൊരു കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. 9-ാം ദിവസം പൂരം നക്ഷത്രത്തിൽ സന്ധ്യയോടുകൂടി ആഘോഷം അവസാനിക്കും. അന്നേ ദിവസം അമ്മമ്മ ഉണ്ടാക്കുന്ന പൂരക്കഞ്ഞിയുടെ സ്വാദ് ഞാൻ എന്ത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനാണ്. കാമന് പ്രത്യേകം ഉപ്പില്ലാത്ത പൂരക്കഞ്ഞി തയ്യാറാക്കും. കാമൻ കഴിച്ചോ എന്ന് നോക്കുന്ന നിഷ്കളങ്ക ബാല്യം കൂടി പൂരത്തിനുണ്ട്. കുട്ടികളല്ലെങ്കിലും നിഷ്കളങ്കരാണല്ലോ. കുഞ്ഞുമണിയുടെ 3-ാമത്തെ പൂരാണിത്. എന്തൊക്കെയോ മനസ്സിലായ പോലെ കാമദേവനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പൂരത്തിന് കോടി വസ്ത്രവും കരിവളയും പതിവുണ്ടെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയ ഓർമ്മയില്ല. ഞങ്ങളിവിടെ പൂക്കാമനെയാണ് ഉണ്ടാക്കുന്നത്. ചിലയിടത്ത് മൺകാമൻ, പൊൻകാമൻ, ചാണോക്കാമൻ എന്നിങ്ങനെ ഉണ്ടാക്കും. സന്ധ്യയ്ക്ക് നേരത്തെ കാലത്തെ വരണേ കാമാന്ന് പാടി പൂക്കൾ കൊട്ടയിലാക്കി പൂപ്പലകയും കൊട്ടി നിലവിളക്കിൻ്റെ അകമ്പടിയോടെ കാമനെ യാത്രയാക്കും. പൂവിനിടയിൽ ഒളിപ്പിച്ച ഉപ്പില്ലാത്ത ഇലയുടെ ഒരാൺകുട്ടി കണ്ടുപിടിക്കുന്നതോടെ അക്കൊല്ലത്തെ പൂരം അവസാനിക്കും. നമ്മുടെ തനിമയാർന്ന സംസ്കാരം വരും നാളിൽ പിന്തുടരാൻ ആയില്ലെങ്കിലും കുഞ്ഞു മനസ്സിൽ അതൊരു ഓർമ്മയാകട്ടെ. ടാറ്റാ ബൈ ബൈ, സീ യു.